യെസ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങളൊക്കെ? കിളിയെ യെസ്. ഹായ് മില്ലിമീറ്റർ, ഹൗ ആർ യു? ഹായ് ഹായ് ഹായ്. കണ്ണൻ ഞാൻ ഫസ്റ്റ് അല്ല, അത് അല്ല ഫസ്റ്റ്. യെസ്, ഹഗ് കാണുന്നുണ്ടോ? എന്റെ ഹഗ് നീ കാണുന്നുണ്ടോ? റിസിൽ പ്ലീസ് ചെക്ക് ഇൻബോക്സ്. ജിഷ്ണു ഓക്കെ. എന്തെല്ലാം സുഖാണോ? ഡ്രീം ക്യാച്ചർ 12 മണിക്ക് കുരുത്തി മൂവി ഉണ്ട് ചേച്ചി, കാണുന്നില്ലേ? കുരുതിയോ? എങ്ങനെ കാണാനാ? ഒന്ന് പ്രൊമോ ആക്കോ ഈ പേജ് പ്ലീസ്. കളർ എന്ത് പേജാ നിങ്ങളുടെ? ഞാൻ നോക്കട്ടെ. എനിക്ക് പ്രൊമോ ആക്കാൻ തോന്നിയാണ്. നിന്നെ നന്നായി പോളൂട. അവിടെ സുഖാണ്. ഫോളോ ആക്ക്. ചേച്ചി എറണാകുളം വരുമ്പോ പറയോ? എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് വായിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് ചാരി ഇരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കിളി ഒരു റിപ്ലൈ തരുമോ? യെസ്, സൈക്കഡിൽ കിളി. നീ പിന്നെയും വന്നോ ഈശ്വര? ആമസോൺ പ്രൈമിൽ നമുക്ക് ആമസോൺ പ്രൈം ഒന്നുമില്ല. ട്രിപ്പിംഗ് കിളി ചേച്ചി ഫോളോ ആക്ക്. ഫുഡ് കഴിച്ചിട്ടില്ലേ? കഴിക്കാം. കീച്ചേരി ഇതെവിടെയാണ്? കാണാനില്ലല്ലോ. അവരെന്ന് ചോദിച്ചോ? ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. The Invisible Flying ഉജ്വൽ ഹായ് കിളി. ഐബ്രോസ് കിടിലമാണ്. കില്ലർ ഐസ് കീപ് ഗോയിങ് ഡിയർ, വി ലവ് യു ടു. ഹായ് ചേച്ചി, ഒരു ഹായ് തരുമോ? ഹായ് ഫ്രണ്ടാക്ക്. പെയ്ഡ് പ്രൊമോഷൻ ആണോ കിളി? പെയ്ഡ് പ്രൊമോഷനും ചെയ്യും, അല്ലാതെ എനിക്ക് എന്താ പറഞ്ഞാല് പെയ്ഡ് അല്ലാതെ ചില വർക്കുകൾ നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്ന വർക്കുകളില്ലേ, അതും ചെയ്യും. പോയി കിടക്ക് കിളി. ഇല്ല, കിടക്കാനായിട്ടില്ല. ചേച്ചി റിപ്ലൈ തരുമോ? കിളിന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഹാമി ലവ് യു മോളു. എന്താ പരിപാടി? എവിടെയാണ് ഡ്യൂഡേ? എനക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, എനക്ക് ഒരു പണി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലൈവില് വരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ലൈവില് വരില്ല ഗൈസ്. സുഖാണോ ചേച്ചി? സുഖാണ്. അമി മാത്യു ഹായ് കുരുപ്പേ. ആരോടാണോ? ചേച്ചി ഒരു കില്ലാടി തന്നെ, അറിയാലോ. ഹായ് തരോ ചേച്ചി? സുന്ദരിയായിട്ടുണ്ട്, താങ്ക് യു. സുഖാണോ ചേച്ചി? കൂട്ടിൽ കയറിയില്ലേ? പിന്നെ നിന്റെ കിളി ഇപ്പോ എവിടെയാ? ഗോവയാണ്. എവിടെയാ? ഷഹബാസ് ദേവിയെ ഹായ് കിളി. ഹായ്. കിളികളൊക്കെ ഇരുന്ന് ആണ് ഉറങ്ങാറ്. യെസ്, കിളികൾ ഇരുന്നാണ് ഉറങ്ങാറ്, ദാറ്റ്സ് ട്രൂ. കിളിമൂളെ എന്താണ് പരിപാടി? ഞാൻ ആക്ച്വലി ഈ മെസ്സേജ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കാത്തപ്പോഴൊക്കെ ഞാൻ ഉറങ്ങാന്ന് വിചാരിച്ചു. കിളിയെ ലുക്ക് സോ ക്യൂട്ട്, താങ്ക് യു. അവിടെ സേഫ് അല്ലേ കിളിമുത്തേ? ലവ് യു ചേച്ചി. കിളിയെ ഒരു ഹായ് തരുമോ പ്ലീസ്? ടെൽ മീ നെയിം. ആക്ച്വലി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്റെ കീജേരി ഫാൻസിനെ ഇഷ്ടപ്പെടണം കേട്ടോ. കാരണം അവര് കിട്ടുന്ന കുറച്ച് സമയത്തില് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ടൈം കണ്ടുപിടിച്ച് എന്റെ വീഡിയോസ് എഡിറ്റ് ചെയ്ത്, എന്റെ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത്, എനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടൊക്കെ കേട്ടിട്ട് അവരിടുമ്പോ ഞാനത് ഷെയർ ചെയ്യുമ്പോ എല്ലാം ഒന്നും എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ, എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് എന്റെ തന്നെ ഉണ്ട് ഒരു 1000 പോസ്റ്റുകള്. അപ്പോ യുനോ എല്ലാരും എന്റെ കീജേരി ഫാൻസിനെ സപ്പോർട്ട് ആക്കണം കേട്ടോ. കിളി യു ആർ സോ ബ്യൂട്ടിഫുൾ ആൻഡ് ബോൾ, താങ്ക് യു. ഫീറ്റ് കാണിക്കുമോ? ഇല്ല, തിരിച്ച് എറണാകുളം എന്നാ വരുന്നത്. ഞാൻ ഇന്ന് വരാന്ന് പ്ലാൻ ചെയ്താണ്, അത് ഫ്ലോപ്പ് ആയി പോയി. ഷോ മീ ഫീറ്റ് പ്ലീസ്. ഫ്രണ്ട് ആക്കണം കേട്ടോ. ഇത് കഴിഞ്ഞ് മറന്നു പോലെ ക്യൂൻ സ്പ്രിങ്കിൾസ്. ഐ വിൽ ട്രൈ. ഞാൻ മറന്നു പോടോ സീരിയസ്ലി. യു ആർ എ ഗുഡ് മോട്ടിവേഷൻ സ്പീക്കർ, താങ്ക് യു. ഒരു പണിയും ഇല്ലെങ്കിൽ പോയി ഉറങ്ങുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ പണി. എന്താ ഷീപ്പ എവിടെയാ? ഹായ് മറന്നു നമ്മളെ. ഇല്ല പറ. സമർച്ച മറന്നില്ല കേട്ടോ. കിളി ഒരുപാട് ഇഷ്ടം. കിളി ചേച്ചി റിപ്ലൈ തരുമോ? ടെൽ മീ നെയിം പ്ലീസ് ചേച്ചി. ഹായ്. സമർ നീ ഇപ്പൊ എവിടെയാണുള്ളത്? ആക്ച്വലി എനിക്ക് ബാംഗ്ലൂർ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. മുത്തേ എന്തോ ഐ ലവ് യു. എങ്ങനെ ഇത്ര ഗ്ലോ സ്കിൻ? പ്ലീസ് ഒരു ഹലോ പറയോ എനിക്ക് ചേച്ചി. എന്തോ
ഷോ ആണോ എന്ന് ചോദിച്ചാല് ഷോ ആണോ, അതാണോ അതോ ഷോ ആണോ എന്നാണ്. ലവർ വന്നിട്ട് കരഞ്ഞോ? കരഞ്ഞൊന്നുമില്ല. സങ്കടം എപ്പോഴോ വന്നു, ബട്ട് ഞാനത് മറന്നു. എന്തിനാ വെറുതെ അയാളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ കരഞ്ഞ് കാണിച്ചിട്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പീസ്ഫുൾ ആയിരുന്നു. ചായ ഒക്കെ കുടിച്ചു, ആള് പോയി ആളുടെ ഭാഗത്ത്. എല്ലാം ഓടി പോകാനുള്ള ചേച്ചി പൊളിയാ. റീത്ത പുട്ടി ഇടുന്നേ, ഏതാ പുട്ടി ഇടുന്നേന്ന് പേഴ്സണൽ അയക്കണേ, കാര്യം പറയാനുണ്ട്. ഓക്കെ, എവിടെയാ വീട്? എന്നെ ഫോളോ ചെയ്യോ ചേച്ചി? ഐ ആം യുവർ ബിഗ് ഫാൻ. എടി ചേച്ചി എന്റെ പേര് പറഞ്ഞിട്ട് ഒരു ഹായ് പറ. എന്തായിരുന്നു പേര്? മിസ്റ്റർ റൈഡേഴ്സ്, ഇതാണോ എന്റെ പേര്? ചേച്ചി ഞാൻ വന്നു. ഗോവയിൽ എവിടെ സുന്ദരി, കണ്ണാളൊരു സേവി, ജന്മമേ തന്തേനുനക്കാക. ഇന്ന് ലുക്കായിട്ടുണ്ടല്ലോ. ഞാൻ എപ്പോഴാടാവേ ലുക്കല്ലാത്തെ? ഹായ് കിളി, സൂപ്പർ വീഡിയോസ് ആണ് ഇടുന്നത്, എനിക്ക് കാണാൻ വലിയ ഇഷ്ടമാണ്. മൈൻഡ് ഓക്കെ ആവും, താങ്ക് യു. കിളി മോങ്ങുവാണോ? നോ നെവർ. കിളി മാസ്, കിളി മോങ്ങുവാണോ? യു ലുക്സ് ബ്യൂട്ടിഫുൾ, താങ്ക് യു. എവിടാണ് ഹോം? കിളിയെ ലവ് യു ചേച്ചി. എന്റെ ആളാണല്ലേ, എമ്മിന്റെ ആളാണല്ലേ. ഫോളോ ചെയ്യുവോ ചേച്ചി? എന്റെ പേര് പറഞ്ഞിട്ടൊരു ഹായ് തരുമോ? ഡെവിൽ ഗേൾ. ഈ ഡബിൾ ഗേൾ എന്നൊക്കെ പേരിട്ടാൽ അതിന്റെയൊക്കെ മീനിങ് എന്താണെന്നറിയോ? ഈ ഡബിൾ ഗേൾസ് എന്താ ചെയ്യുന്നതെന്നറിയോ? അതാണോ നിങ്ങളും ചെയ്യുന്നേ? നിങ്ങളൊരു പേര് സെലക്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ പേരിന്റെ പിന്നിൽ എന്താണ്, എന്തിനാണ് കിടന്ന് വെച്ചുണ്ടാക്കുന്നത്? വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല എന്നെ. എന്റെ പേര് ചേച്ചി, എന്റെ പേര് എനിക്കോ എല്ലാവരുടെ പേരെന്ന് പറയാം. പാട്ടിൽ തീർത്തോ? പാട്ടിൽ തീർത്തു. ബ്രേക്കപ്പ് ആയിട്ട് കരഞ്ഞിരുന്നപ്പോ ലൈവ് വന്ന്, ഇപ്പൊ കുറച്ച് ഹാപ്പിയാ. ആര്? നീ? നെവർ. ചേച്ചി നല്ല മൊഞ്ചുണ്ടല്ലോ. ചേച്ചി ഒരു ഹായ് തരുവോ? ചേച്ചി എനിക്കും ഒരു ഹായ് തരുവോ? ചേച്ചി എനിക്കും ഒരു ഹായ് തരുവോ? ഹേയ്, ഡോണ്ട് ഡിസേർവ് യു, ഷുവർ യു വിൽ ഗെറ്റ് എ ലവ്ലി മാൻ, ദാറ്റ് ഐ നോ. ശരിക്കും വയ്യ, ഞാനതാ മണ്ടനോടും പറഞ്ഞു. താങ്ക് യു, താങ്ക് യു. ചേച്ചി എന്റെ പേര് നന്ദു, അത് പറഞ്ഞൊരു ഹായ് പറ നന്ദു. ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ അടിപൊളിയായി, താങ്ക് യു. കഴിച്ചോ കിളിമോളെ? ഇല്ല, കഴിക്കണം. ഫുഡ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ഹെയർ വളർത്താത്തത്? വരാത്തതാണ്. ഹലോ ചേച്ചി, ഹായ്. ആക്ച്വലി ഞാൻ ജാനിലാണ് മുടി വെട്ടിയതെന്ന് തോന്നുന്നു. ജാനിലാണോ? ജാനിലല്ലേ? ഫെബ്, മാർച്ച്, ഫെബിലാണോ? എനിക്ക് ഓർമ്മയില്ല. ഹായ് 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 ഹായ്. കിളി എന്ന സുമ്മാവാ சொல்லுங்க പ്ലീസ്. അനു മൊഞ്ചൻ, കിളി എന്ന സുമ്മാവാ. അടിപൊളി. വാമ്പയറിന്റെ മീനിങ്ങോ കിളി? അപ്പോൾ വാമ്പയറിന്റെ മീനിങ്ങോ കിളി? യെസ്, ഞാൻ വാമ്പയറിന്റെ മീനിങ് പറഞ്ഞുതരാം. വാമ്പയറിന്റെ മീനിങ് ആക്ച്വലി ദേ ആർ നോട്ട് എ വൺ സോൾ. അവർ ഒരു സോൾ അല്ല. മേ ബി ദേ ആർ ടു, മേ ബി അവർക്ക് ആ സോൾ, അതായത് അവര് ഇടുക്കികൾ. ലിപ്സ്റ്റിക്ക് പൊളി, താങ്ക് യു. എനിക്കൊരു മോട്ടിവേഷൻ തരുമോ? ഹായ് പറഞ്ഞു മടുത്ത് എങ്കിൽ എനിക്കൊരു ബൈ ചിച്ചു. ഇന്നെന്താ ഫുഡ് കഴിച്ചേ? ചോറ്. മൊഞ്ചത്തി പെണ്ണെ ഉണ്ണിമായി തഞ്ചത്തിലൊപ്പന പാടി. എമ്മല്ലടാ, കെ ഫോർ കിളിയാടാ. അല്ല, പിന്നെ പറഞ്ഞു കൊടുക്ക് പിള്ളേരെ. ചേച്ചി ടെൽ മീ മൈ നെയിം അറ്റ് ഹാനിൻ അല്ലേ? ഭാവൻ, എന്നാ ഉണ്ട് വിശേഷം? സുഖാണോ? സുഖാണ്. യുവർ ഹെയർ ഈസ് സോ ക്യൂ ചേച്ചി. കിളിച്ചല്ലോ. കുഞ്ഞിയെന്നാണോ? എന്നെയാണോ? എന്നെയാണ്. ആർമി ക്ലോസ്. എന്താ കഴിക്കാൻ? ചോറുണ്ട്. ഹലോ ചേച്ചി, എന്നെ പറ്റി എന്തെങ്കിലും പറയോ? നീ ഏതാ? നീ ആരാ? നിന്നെ കുറിച്ച് ഞാൻ എന്നാ പറയാനാ? കിളി എന്തൊക്കെയാണ് ചേച്ചിക്കുട്ടി? ഉയിരേ 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 പിരിയാതെ. എനിക്ക് സങ്കടം വരുമ്പോഴും ചില വേർഡ്സ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് പാട്ട് പാടാൻ തോന്നും. സ്കിൻ ബ്രൈറ്റനിങ് ആകാൻ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇത്രയും ഗ്ലോ ആയിരിക്കുന്നത് എന്താ?
സന്തൂർ ബേബി. യെസ്, ഞാൻ സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സംതിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ബിക്കോസ് ഞാൻ ട്രാവൽ ചെയ്യുന്നതാണ്, എപ്പോഴും ഡസ്റ്റ് ഉണ്ടാവും, കാറ്റടിക്കും, പൊടിയടിക്കും. സോ ഐ ഷുഡ് ടേക്ക് കെയർ മൈ ഹെയറിന് മണ്ടത്തി സ്കിൻ. വൈ? ബിക്കോസ് ഞാനൊരു മോഡലായി പോയില്ലേ. എന്നെ ചെയ്യണോ? എന്താ നിർത്തിയേ ചേച്ചി? മാരേജ് ഒന്നും ആയില്ലേ? അപ്പോ ബ്ലഡ് ഒക്കെ കുടിക്കുവോ? അതുക്കും മേലെ. ഞാൻ ബാംഗ്ലൂരിലാണ്. ഹലോ ചേച്ചി, ഒരു ഹായ് തരൂ. ബിഗ് ഫാൻ ചേച്ചി. മിസ്റ്റർ സൈക്കോ ഒന്ന് ആഡ് ചെയ്യുവോ? എങ്ങനെ ആഡ് ചെയ്യാൻ? എനിക്ക് റിക്വസ്റ്റ് ആക്കി. കിളിമോൾ ചുമച്ചാ പോയി. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ലൈവിലൊന്നും വരാത്തെ. വൈ? ബിക്കോസ് എനിക്ക് എപ്പോഴാ ചുമ വരാന്നറിയില്ല. ചുമ വന്നാൽ എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചുമ വന്ന് എന്റെ മൈൻഡ് വലിപ്പോയി ഞാൻ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കണെന്ന് എനിക്കറിയാൻ പറ്റില്ല. അതൊരു തെറ്റാണോ ഗൈസ്? ത്രെഡിങ് ആണോ ചെയ്യാറെന്ന് ചോദിച്ചാല് ഇപ്പോ മറ്റേ സാധനമൊന്നുമില്ലല്ലോ, എന്തായിരുന്നു പേര്, ബ്യൂട്ടി പാർലർ ഒന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ബ്ലേഡ് വെച്ചിട്ട് കുറച്ച് കോൺസെൻട്രേഷൻ ഒക്കെ ചെയ്യണം. പക്ഷെ ഇവിടെ എന്നെ മുറിഞ്ഞൊന്നല്ലേ, ഭയങ്കര നീറ്റിലുണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ ഓക്കെ. ഡെവിൽ വാമ്പയർ എല്ലാം ലാസ്റ്റ് എൻഡ് വരുന്നതൊക്കെ ഒരു മീനിങ് ആണെങ്കിലേ മീനിങ് തന്നെയാണ് മുത്തേ. വാമ്പയറിന് ഡെഫിനറ്റ്ലി ഒരു ഡ്രീം ഉണ്ടാവും. ഡെഫിനറ്റ്ലി ദേ സ്ട്രഗിൾഡ് അലോട്ട്. അവര് വാമ്പയർ ആയതുകൊണ്ടിട്ടും അവർ കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവര് വാമ്പയർ ആയതുകൊണ്ടിട്ടും അവർക്ക് കുറെ പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങളുണ്ട്. അങ്ങനെ തന്നെയാണ് എനിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നത്. ഞാനൊരു ഡ്രീം വേൾഡിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നോ ആളാണെന്നോ ജീവിയാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ശരി കണ്ട യെസ് നീ ചെയ്യുന്നത് ശരിയാ, തെറ്റ് കണ്ട എടാ പുല്ല നീ തെറ്റാണ് ചെയ്യുന്നേ എന്ന് പറയാനും എനക്കങ്ങനെ തോന്നും. എനിക്കങ്ങനെ വരും. കിളി എന്നാ സുമ്മാവാ. കുട്ടിത്തം നിറഞ്ഞ സംഭാഷണം. കിളി ചേച്ചി ലവ് യു ഉമ്മ. എന്തൊക്കെയാണ് സുഖല്ലേ മുളുസി? പൊളി മൂഡിലാണല്ലോ ചേച്ചി. നീ ഉഡായിപ്പാണോ? ആരാടാ ഉഡായിപ്പല്ലാത്ത? இந்த பூமியில எவனுமே ராமனில்லே. ஜூன் போனா ஜூலை காற்றே கண் பார்த்தா കാതൽ കാറ്റേ. ഞാൻ ബ്രാ കണ്ടു. റെഡ്. യെസ് അതെ, ഇത് ബ്രായാണ്, റെഡാണ്. അതിന് ഇനി ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്യുവോ? ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. സ്കിൻ കെയർ വീഡിയോ ചെയ്യാവോ? ഓഫ് കോഴ്സ് ചേച്ചി കുട്ടി, ലവ് യു ചേച്ചി. സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടോ? ഏതാ യൂസ് ചെയ്യുന്നേ? അങ്ങനെ ചുമ്മാ ഒന്നും പറഞ്ഞുതരാൻ പറ്റില്ലേ? പറയും പോലെ ലൈക്ക് റിതംസ് പറയുന്ന പോലെ ഇരിക്കുന്നു ചേച്ചി. സോ ക്യൂട്ട്. പറയും പോലെ ലൈക്ക് റിതംസ് പറയുന്ന പോലെ. ഓക്കെ, ഇപ്പോ ഫോട്ടോഷൂട്ട് ഇല്ലേ? ഞാൻ കുറച്ചു നേരം ഒന്ന് കുണ്ടി കുത്തി ഇരുന്നോട്ടെ, എനക്ക് വയ്യ. ഞാനൊരു ഇത്തിരി റെസ്റ്റ് എടുത്തോട്ടെ, ഞാനൊരു മനുഷ്യനാണ്. കണ്ണൻ മുല ഉമ്മ. അതെന്താ നീ നിന്റെ അമ്മയുടെ മുല കുടിച്ചല്ലേ വന്നത്? നിന്റെ അച്ഛന്റെ മുല കുടിച്ചാണോ വന്നേ? പൊടാ. നേരിൽ കാണാൻ പറ്റുമോ? നേരിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചുമ്മാ ചുമക്കുന്നുണ്ടല്ലോ. യെസ് ചുമയുണ്ട്. ചേച്ചി ഒരു ഹായ് തരോ? ഹായ് ചേച്ചി. ഫുൾ വൈബാണ്. പവറേഷ് ഒന്ന് ആഡ് ചെയ്യോ? ഒരു ലവ് യു പറയോ? ബിഗ് ഫാൻ. ലവ് യു. ഉറപ്പായും തെറ്റാണ്, അതിനെ അംനേഷ്യ എന്ന് പറയും. ഓഹോ ചേച്ചി, ത്രെഡിങ് ആണോ ചെയ്യുന്നത് അതോ വേറെ എന്തെങ്കിലും ആണോ ചേച്ചി? അശ്ശി എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? ഈ ചെക്കന്മാരൊക്കെ ഇത് കേട്ടിട്ട് ഇനി നാളെ ചെക്കന്മാര് പോയിട്ട് ബ്ലേഡ് കണ്ടിട്ട് ത്രെഡ് ചെയ്യുന്നത് എനിക്ക് എത്ര ചെക്കന്മാരെ അറിയാന്നറിയോ? എന്തിനാ വെറുതെ ആ പിള്ളേരുടെ മുഖമൊക്കെ മുറിച്ച് കളയുന്നത്? നിങ്ങൾ ഗേൾസിനെ പോലെ ബോയ്സിന് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ത്രെഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊറോണയാണോ ചേച്ചി? ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ടല്ലോ. കാലത്ത് തൊട്ട റെഡ് പൊട്ട് പൊളി. താങ്ക് യു. എടാ കുമ്മു എടുക്കുമോ പ്ലീസ്? എന്തെടുക്കുമോന്ന് ചേച്ചി? എനിക്കും തരുമോ ജ്യൂസ്? എന്റെ നെയിം പറ. ഹായ് പൊളി. താങ്ക് യു ചേച്ചി. റെഡ് അതെ ചേച്ചി. സ്കിൻ കെയർ വീഡിയോ ചെയ്യോ? എന്താണ് നിങ്ങളുടെ ബിഗ് ഡ്രീം?
ഒറ്റവാക്കി പറഞ്ഞാല് എനിക്ക് സ്വന്തമായിട്ട് കടലും ആകാശവും കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഉള്ള ഒരു വലിയൊരു മീൻസ് എനിക്കിഷ്ടമുള്ള എല്ലാവരും താമസിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും താമസിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ വീട്. അവിടെ അത് എന്റെ വീടായിരിക്കണം. അവിടെ എനിക്കിഷ്ടമുള്ള ആർക്കും വരാം, എന്നെ ഇഷ്ടമുള്ള ആർക്കും വരാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ കാണുന്നത് ഒരു സീ ആയിരിക്കും വിത്ത് പൊളപ്പൻ സ്കൈ ആൻഡ് സൺറൈസ്. അതാണ് എന്റെ ഡ്രീം. മുടി വളർത്തുന്ന ലുക്കായിരിക്കും. ചേച്ചി എത്ര വയസ്സായി ചേച്ചിക്ക്? 27. പൊന്നെ എന്തെങ്കിലും മറുപടി പറ, എന്നെ കൂടി ആഡ് ചെയ്യുമോ? ആഡ് ചെയ്യാം. യു ആർ സോ ചിൽ ചേച്ചി. ചേച്ചിക്ക് ചേച്ചിയുടേതായ ഒരു സ്റ്റാൻഡാണ്, അത് അടിപൊളിയാണ്. ഇപ്പൊ ഉള്ള പ്ലേസ് ഗോവ. ചേച്ചി റിങ് ഒന്ന് കാണിക്കുവോ? ഇതാണോ? ഇത് എനിക്ക് എന്റെ ഫ്രണ്ട് നമ്മുടെ നന്ദുവിന്റെ ബോയ് ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഊരെടുത്താണ്. പാവച്ചക്കൻ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ഊരെടുത്താണ്. ഞാൻ അവിടെ നിന്ന് പോന്നപ്പോ അവരുടെ കുറച്ച് സ്നേഹവും ഇതും മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത്. ആൻഡ് ഇനി ഈ റിംഗ് ആണ് ചോദിച്ചെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരു വട്ടം കൂടെ പറയാം. ഇത് ഞാൻ ബാംഗ്ലൂർ വെച്ച് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് കം ബ്രദർ കം ഐ മീൻ മെന്റർ കം അങ്ങനെ ഒരു ആളായിരുന്നു പർവീസ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അവൻ ഒരു മുസ്ലിം ആയിരുന്നു. അവൻ എനിക്ക് ഒരു വെള്ളിന്റെ ഒരു റിങ് ഗിഫ്റ്റ് തന്നിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് റിസൈൻ ചെയ്ത് പോരുമ്പോ അവന്റെ കല്യാണം ഒക്കെ ആയിട്ട് ആള് സെറ്റിലാണ് ഇപ്പൊ. അപ്പൊ ആള് എനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ്, ഒരു വെള്ളിന്റെ. അപ്പൊ എനിക്ക് അവന്റെ ഒരു ഓർമ്മേന്റെ ഭാഗമായിട്ട് ഞാൻ ആ വെള്ളിന്റെ കുറച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊരു വെള്ളിയുടെ തന്നെ പോലെ തന്നെ ഒരു ഗോൾഡൻ സാധനത്തിൽ അവന്റെ മെമ്മറിന്റെ ആ ഒരു സ്റ്റോൺ വെച്ചിട്ട് കല്ലിൽ പണിതതാ. ദിസ് ഈസ് ആനവാൽ മോതിരാണ്. അതെനിക്ക് രാത്രി പേടിയാവാതിരിക്കാൻ വേണ്ടിയാണ്. അയ്യോ അത് വരും വാമ്പയർ ഡയറീസിലുള്ള മീനിങ് ആണോ കിളി ഇപ്പോൾ പറഞ്ഞത്? യെസ് മുത്തേ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ വാമ്പയർ ഡയറീസ് നമ്മൾക്ക് എങ്ങനെ അറിയുന്നത്? നീ റിയൽ ആയിട്ട് വാമ്പയറിനെ കണ്ടിട്ടല്ലല്ലോ നീ വാമ്പയർ ആണോന്ന് എന്നോട് ചോദിക്കുന്നേ, അല്ലല്ലോ. പിന്നെ നമ്മൾ ആരും ഞാൻ കണ്ടിട്ടില്ലേ റിയൽ ആയിട്ട് പറഞ്ഞാല് ദുബായ് എന്താ ഇല്ലേ? അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടില്ലേ ചന്ദ്രൻ. എന്നോട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാ ചന്ദ്രനില് അംബാനിയൊക്കെ സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട്, അവര് പോയിട്ട് അവിടെ ട്രിപ്പ് അടിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് പറഞ്ഞാല് കൊടൈക്കനാല് പോലും പോകാൻ പറ്റാത്ത നമ്മുടെ അടുത്ത് അംബാനി ചന്ദ്രനിൽ പോയിട്ട് ട്രിപ്പ് പോവാന്നൊക്കെ പറയുമ്പോ ഞാനിങ്ങനെ വേറെ എന്താ പറഞ്ഞ വേറെ ഒരു ഫീലാണ്. അതെന്താണാവേ അംബാനിക്കാവാമെങ്കിൽ നമുക്കാവാൻ പാടില്ലേ? ദ തിങ് ഈസ് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഞാൻ മറന്നു. ഹസ്ബൻഡ് എപ്പോഴും പറയും ചേച്ചിയുടെ സ്മൈൽ നല്ലതാണെന്ന്. പക്ഷെ എനക്ക് വയ്യ. ഇപ്പോൾ ഗോവയിലാണോ? ഇപ്പോ ഗോവയിലാണ്. കിളി ചൂടാവല്ലേ? ക്ഷമിക്കിനി, ചൂടായില്ലല്ലോ. അതാരാണ്? അമലോ. താങ്ക് യു. ഞാൻ ചൂടായില്ലല്ലോ. ജോബ് പറയാവോ? ഞാനൊരു 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 10,000 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വീണ്ടും 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 പറയുന്നുണ്ട്. എനിവേസ് ഞാൻ ഒന്നും കൂടെ പറയാം. ഞാനൊരു കാസിനോയിൽ GRO ആയിട്ട് വർക്ക് ചെയ്യാണ്. കിളി ചേച്ചി ഹായ് ക്യൂട്ടി. അക്ഷര ഹായ് ചേച്ചി. ഹലോ ചേച്ചി, പിരികം എഴുതുന്നതാണോ അതോ ഓൾറെഡി അങ്ങനെ കറക്റ്റ് ബോർഡർ ആണോ? ഓഫ് കോഴ്സ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞാല് ദൈവത്തിന്റെ കുട്ടിയൊന്നല്ല, ഞാൻ എഴുതുകയൊക്കെ ചെയ്യും. ഒരു ഹായ് പറയില്ലേ? ഹായ് കിളി ചേച്ചി. എന്റെ കുഞ്ഞിന്റെ പേര് പറയോ? അലങ്കൃത എന്നാണ്. സംകൃത പദമേതി അലങ്കൃത. എനിക്കിഷ്ടമാണ് കേട്ടോ അലങ്കൃത എന്നുള്ള പേര്. പടക്കം കടിച്ച പോലെ ഉണ്ട് ചിരി. സൂപ്പർ, താങ്ക് യു. പടക്കം കടിച്ചാൽ ഇങ്ങനെയാണോ ഉണ്ടാവുക? മണ്ടൻ. ഞാൻ എനിക്കറിയില്ല. ഇനി നീ എന്നോട് ഇങ്ങനെ പറയാം, ഞാൻ പോയിട്ട് പടക്കം കടിച്ചു നോക്കും. എന്തെങ്കിലും കാണാൻ വിദ്യ ഉണ്ടെങ്കിൽ വി വിൽ മീറ്റ്. ഓക്കെ. മെക്കാനിക്കൽ ബോയ് ആണ്. ഷോ കിളിച്ചേച്ചി ഉയരെ. ചേച്ചിയുടെ വണ്ടി KL 17 ആണല്ലോ? അതെ 17 ആണ്. കിളിപ്പെണ്ണി കിനാവിൻ കൂടാരം തന്നില്ലേ
വിളിച്ചാൽ പോരില്ലേ, അങ്ങനെ വിളിച്ചാലൊന്നും പോരില്ല കേട്ടോ. ഗോവയിൽ എവിടെയാണ് ചേച്ചി? എനിക്ക് മെസ്സേജ് അയക്കൂ പ്ലീസ്. ബിഗ് ഫാൻ ആണ് ചേച്ചി ഞാൻ. പ്ലീസ് യു ആർ സോ കൂൾ ചേച്ചി, പ്ലീസ് ടെക്സ്റ്റ് മീ ചേച്ചി. മൂക്കുത്തി നന്നായിട്ടുണ്ട്. വാട്സ് യുവർ റിയൽ നെയിം? ഷീഫ. ഇങ്ങളെ ചിരിയാണ് മെയിൻ. ചേച്ചിയുടെ ജോബ് മനസ്സിലായില്ല. GRO എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ചേച്ചി മൂവാറ്റുപുഴക്കാരിയാണോ? യെസ്. കൊലഞ്ചേരി. കിളി ബുള്ളറ്റ് ജെറ്റ്കാരെ സപ്പോർട്ട് വേണ്ട കേട്ടോ. MVD നോ ആക്ച്വലി യെസ്, ഇതും കൂടെ ഞാൻ പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു വട്ടം ഇപ്പോഴല്ല കേട്ടോ, കുറച്ചായി, എനിവേസ് ഒരു 1 year ബിഫോർ ആണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ബൈക്കില്, ഞാൻ വൈറ്റിലയില് ബ്ലോക്കിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവന്റെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി അവൻ വേറൊരു, അതായത് എനിക്ക് ഓർമ്മയില്ല, ഒരു വണ്ടിയിൽ ആ ബ്ലോക്കിൽ കിടക്കുക. ഹിസ് ഫാദർ ഈസ് ഇത്തിരി സീരിയസ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, വാട്ട് ദ ഫക്ക്, എന്തൊരു ട്രാഫിക് ജാം കഴിഞ്ഞിട്ടാണ് ഇവർ അപ്പുറത്തെത്തുക. ആൻഡ് ദ തിങ് ഈസ്, ഈ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞില്ലേ, അവൻ കുറച്ച് ലോങ് ആണ്. ലോങ് ഇൻ ദ സെൻസ് എറണാകുളം അല്ല, അരൂര് ആലപ്പുഴേന്റെ അവിടെ നിന്നാണ്. അവിടെ അവർക്ക് നല്ലൊരു ഹോസ്പിറ്റലല്ല ഇല്ലാത്തതുകൊണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർ മെഡിക്കൽ ട്രസ്റ്റിലേക്കോ ലിസി ഹോസ്പിറ്റലിലേക്കോ എന്തെങ്കിലും ആയിരിക്കും പോയിട്ടുണ്ടാവുക. എനിവേസ് എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, ഈ പറഞ്ഞ നമ്മൾ ഓരോരുത്തരും ടാക്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും റോഡ് ടിക്കറ്റ് ഇറങ്ങി നടക്കുന്നത്. നമ്മുടെ മന്ത്രിമാർക്ക് ഒരു അത്യാവശ്യത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യത്തിന് ടോളിൽ കൂടെ തിരക്കില്ലാതെ പൈസ കൊടുക്കാതെ മന്ത്രിമാരുടെ വണ്ടികൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് ആയിട്ട് ഒരു സാധാരണക്കാരന്റെ വീട്ടിലുള്ള ഓംനിയിലോ ഓട്ടോയിലോ കാറിലോ ജീപ്പിലോ ഒന്നും ടോൾ കൊടുക്കാതെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല? സിസ്റ്റം മാറണം, ഫക്കിംഗ് സിസ്റ്റം. ആൻഡ് നത്തിങ് ദർ. അവരുടെ വണ്ടിയുടെ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ അവർക്കൊന്നും അല്ലെങ്കിൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. ശരി, നമ്മുടെയൊക്കെ അമ്പലത്തില് അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിന് പടക്കം പൊട്ടിക്കുന്നതിന് അത്ര സൗണ്ടിലൊന്നും ആ ചേട്ടന്മാര് ഈ പറഞ്ഞ ബുൾജറ്റില് പാട്ടൊന്നും വെച്ചിട്ടില്ല ഗൈസ്, മനസ്സിലായോ? നമ്മുടെ അമ്പലത്തിലൊക്കെ ആനേന്റെ ചെവിന്റെ പറഞ്ഞാല് ചോട്ടില് വേണ്ടേ, ആനേന്റെ ചെവിന്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് മാലപ്പടക്കവും, പിന്നെ പറഞ്ഞാല് എനിക്ക് തോന്നുന്ന എന്റെ വീടിന്റെ മേലൊരു പള്ളിയുണ്ട്, അവിടെ ഗർഭം കലക്കി എന്ന് പറഞ്ഞിട്ട് ഒരു പടക്കം പൊട്ടിക്കും. അതെന്താ മമ്മി അതിന് ഗർഭം കലക്കിന്ന് പേരെന്ന് ചോദിക്കുമ്പോ എന്നോട് പറഞ്ഞിരുന്ന അത് ഗർഭിണികളായ പെണ്ണുങ്ങള് ഈ പടക്കം പൊട്ടുമ്പോ അവിടെ നിക്കാൻ പാടില്ലാന്ന്. അതൊക്കെയാണ് തെറ്റ്. അല്ലാതെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് നമ്മൾ പുറത്തു പോകാൻ വേണ്ടി ഒരു വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ആ വണ്ടിയിൽ കുറച്ച് ഉറക്ക പാട്ടല്ലേ. നമ്മൾ ജനിക്കുമ്പോ തൊട്ടിട്ട് നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് കേൾക്കുമ്പോ താരാട്ടുപാട്ടുണ്ട്. നമ്മുടെ തോളില് എല്ലാ കുഞ്ഞുങ്ങളും എന്താ പറഞ്ഞാൽ താരാട്ടുപാട്ട് കേട്ടിട്ടായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക. പിന്നെ പ്രായമായിട്ട് മരിക്കുന്നവരാണെങ്കിലും അന്ത്യകുർബാനയും പാട്ട് രൂപത്തിലാണ്. ഗൈസ്, മരണം വെറും ഒരു നാളോർക്കുക മർത്യാനി, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കൂൾ കിളിമുത്തേ. ഓക്കെ, താങ്ക് യു ചേച്ചി. ഐ നീഡ് ദാറ്റ് ഐബ്രോസ്. എനിക്ക് വാണ്ട് ദാറ്റ്. എന്താ ചെയ്യണ്ടേ, എങ്ങനെ കിട്ടാൻ? ആണ്ടേ, നീ ഒരു ചെറുക്കനല്ലേ, നിന്നോടൊക്കെ ഞാൻ ഇത് എങ്ങനെ പറയാനാടാവേ? ഞാൻ കൂളാണ്. ഫാമിലിനെ മിസ് ചെയ്യലുണ്ടോ? ഡെഫിനറ്റ്ലി. ആ കാണാൻ പോമോനെ എന്താ വേണ്ടേ? കണ്ണൻ പോം. യെസ്, ചോദിക്ക് DK ഡാർക്സൺ. അമൃത ചേച്ചി എന്തോ ലവ് യു, ബിഗ് ഫാൻ. 4K ദക്ഷ ഏകിലി. ചേച്ചി ഫിൽറ്റർ ഒഴിവാക്കോ? കിളി ചേച്ചി തമിഴ് തെരിയുമാ? തമിഴ് എനക്ക് തെരിയും, അപ്പുറം തമിഴ് എനക്ക് ரொம்ப പിടിക്കും. ചേച്ചി മൂവാറ്റുപുഴയിൽ എവിടെയാ വീട്? കോലഞ്ചേരി. എന്താ വർത്താനം? ചേച്ചിയുടെ പ്രോപ്പർ പ്ലേസ് ഏതാ? ഹായ് സഹോ. ചേച്ചി ഒരുത്തൻ ബാഡ് കമന്റ് ചെയ്യുന്നുണ്ട്, നല്ലത് പറഞ്ഞു വിടെ. ഞാൻ പറഞ്ഞടാവേ, അവന്റെ അമ്മയ്ക്കും അപ്പനും വിളിച്ചു, എന്നിട്ടും നാണില്ലെങ്കിൽ പിന്നെ എനക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലേ മുത്തേ? എനക്ക് കിട്ടിയ വൈബേതാ.
ഇപ്പൊ വരും എനിക്ക് ഇനി ഇക്കയും ചേച്ചി ഹസ്ബൻഡിനും ഒരു ഹായ് പറയോ. നെയിം സലീഷ് എന്ന നെയിം അതെ അതുല്യ സലീഷ് ചേച്ചിന്റെ സലീഷ് ചേട്ടനൊരു ഹായ് കേട്ടോ. എറണാകുളത്ത് എപ്പോഴാ വരാന്നറിയില്ല. പോസിറ്റീവ് വൈബ്സ് ഉണ്ട്. ഞാൻ എന്തായാലും എറണാകുളത്ത് ഓണത്തിന് എനിക്ക് എറണാകുളത്ത് ഉണ്ടാവണമെന്നാണ് ആഗ്രഹമായി. ബിക്കോസ് എനിക്ക് സദ്യ കഴിക്കണം. കൊതിയാവുന്നേ. ബാഡ് കമന്റ് എടുത്തോണ്ട് അവർക്ക് നല്ല കുറച്ച് പരിപാടി കൊടുക്ക്. ചേച്ചീനെ ഞാൻ വൺ ഡേ മേക്കപ്പ് ചെയ്ത് തരാട്ടോ. ശരിക്കും സുന്ദരി പെണ്ണാക്കും എന്നെ. സുന്ദരി പെണ്ണാണേ. മൂന്നാർ ഈസ് ഗുഡ് ഇൻ പ്ലേസ്. വിസിറ്റ് സൂൺ. ഇറ്റ് യുവർ ടേസ്റ്റ് പ്ലേസ്. താങ്ക് യു. ഐ നോ. ഞാൻ മൂന്നാർ പോയിട്ടുണ്ട്, ഇനിയും പോവും, എനിക്കിഷ്ടമാണ്. ഹായ് ചേച്ചി, മിസ് യു ഡിയർ. അങ്ങനെ വിട്ടാൽ പറ്റില്ല ആ പുന്നാര മോനെ. എന്ത് ചെയ്യാനാടോ? നോ സ്പിൻ വേറെ ട്രൈ ചെയ്യുമോ? ഓഫ് കോഴ്സ്. അയ്യോ യെസ്, ഞാൻ ട്രൈ ചെയ്യാൻ കേട്ടോ. ചേച്ചി പൊളിയാണ്. ചേച്ചി എവിടെ? നെയിം പറയോ പ്ലീസ്. ഹായ് താങ്ക്സ്. ഫുഡിങ് കിളി എന്ന സുമ്മാ ഡയലോഗ് വേറെ. അതിങ്ങനെ വരണം, പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ എനിക്കൊന്നും തന്നെ അറിയില്ല. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് BGM ഇടൂലോ? ചിങ് ചിങ് ചിങ്. അടിപൊളിയാണ് കേട്ടോ. താങ്ക് യു. ചങ്കെ ഹായ്. ഹലോ. കിളിച്ചേച്ചി ഉയർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു. കിളിച്ചേച്ചി ഹലോ. ഏജ് ഒന്ന് പറയോ? ഞാൻ ആക്ച്വലി ഒരു കാര്യം ചെയ്യാം. എൻ്റെ ബയോയില് ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇടാം കേട്ടോ. ഞാൻ വൺ ഡേ കാണാൻ വരണം കേട്ടോ. പിന്നെ എന്തിനാ മുത്തേ ഞങ്ങളുള്ളത്? ഓണം സദ്യ ഞങ്ങൾ തരും. താങ്ക് യു. നന്നായി കണ്ണെഴുതുന്ന എന്താ? നന്നായി കണ്ണെഴുതാഞ്ഞ് എന്താ ചേച്ചി? ഫേവറേറ്റ് തമിഴ് ആക്ടർ വിക്രം സൂര്യ. അപ്പൊ നന്നായി കണ്ണെഴുതാന്ന് എന്താ ചേച്ചി എന്ന് ചോദിച്ചാല് ഇതില് കൂടുതൽ ഇനി മേലെ ഫുള്ള് ഇങ്ങനെ ഡാർക്ക് ആക്കണം. അപ്പൊ എനക്ക് അതിനുള്ള സമയമില്ല. പിന്നെ അത് റിമൂവ് ചെയ്യാൻ കുറച്ച് ടാസ്കാ. എന്റെ കമന്റ്സ് മാത്രം കാണാറില്ല. കാണുന്നുണ്ട്. അടിപൊളി. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് പ്ലീസ്. നീ വേണമെങ്കിൽ എന്റെ IGTV വീഡിയോ എടുത്ത് നോക്കണൊക്കെ. നീ അങ്ങനെ ഇപ്പൊ എളുപ്പവഴി ഒന്നും നോക്കണ്ട കേട്ടോ. ചേച്ചിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ലവ് യു ചേച്ചി. താങ്ക് യു. ഫാൻസ് വീർ. എന്നൻപനെ പോൽ യാർ. ആ പാട്ട് മാറ്റി പിടിക്കാം. നൻപിയേ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? നീ എപ്പോഴും അവിടെയാ? ഗോവ. ചേച്ചിയുടെ ഐബ്രോ രഹസ്യം എന്താ? അടിപൊളി ലുക്കാട്ടോ. താങ്ക് യു. ചേച്ചിന്റെ വീട്ടിൽ ബാസ് സദ്യ തരാം. എന്റെ വീട് നിലമ്പൂരാണ്. ഞാൻ വരുവേ. ഒറ്റ മൈൻഡാണ്. ഇനിയൊന്നും വിളിക്കല്ലേ. ചേച്ചി ജോബ് ചെയ്തിട്ടുണ്ടോ? ക്യൂട്ട് നോസ് ജോബോ? അതെന്താ? അയ്യേ, ആദ്യമായിട്ടാണ് എന്റെ മൂക്ക് ക്യൂട്ടാണെന്ന് പറയണേ. ഗോവയിൽ എന്താ പരിപാടി? നമ്മളൊക്കെ മറന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എന്നൊക്കെ എല്ലാരും പറയുന്നത് എന്റെ മൂക്ക് ചാമ്പങ്ങ മൂക്ക് പോലത്തെ കൊള്ളില്ലാത്ത മൂക്ക ചാമ്പങ്ങ മൂക്കാന്ന് പറഞ്ഞ് കളിയാക്കും. പിന്നെ എനിക്ക് ചാമ്പങ്ങ കാണുമ്പോ ഞാൻ എപ്പോഴും ഇതുപോലെയാണല്ലോ ഈശ്വരൻ എന്റെ മൂക്കിരിക്കണേന്ന് ഓർത്തിട്ട് എപ്പോഴും ഞാൻ സങ്കടപ്പെട്ടിരുന്നു കഴിച്ചോണ്ടിരുന്ന ചാമ്പയ്ക്ക. ഈ പ്രാവശ്യത്തെ ഓണം സൂപ്പർ ആയിരിക്കട്ടെ ചേച്ചി. താങ്ക് യു സോ മച്ച് കേട്ടോ. ചേച്ചി ട്രൈ ബ്രൈഡ്സ്. ചേച്ചിയുടെ മുടിയിൽ നല്ല രസമുണ്ടായിരിക്കും. ബ്രെയ്ഡ്സ് എന്നാണ് ഉദ്ദേശിച്ചത്. ബ്രെയ്ഡ്സ്. ചേച്ചി പൊളിയല്ലേ. ഐ എം ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. വിളിച്ചാൽ വരുമോ? ഡെഫിനറ്റ്ലി. ഐ ലവ് യു അർജുൻ. ഞാൻ ഫ്രീ ആണെങ്കിൽ കേട്ടോ. ചേച്ചി പോരാ, എന്റെ വീട്ടിൽ ഓൾവേസ് വെൽക്കം. ഓക്കെ. വയനാട് എവിടെയായിരുന്നു? വൈത്തിരി. ഗോവയിൽ എന്താ പ്രോഗ്രാം? ഏജ്. ഹാപ്പി ഓണം. താങ്ക് യു. സെയിം ടു യു. നൈജു രമേശൻ. കിളി. യെസ്. എവിടെയാ? സീനാണ്.